നമസ്കാരം. ഓസ്ട്രിയയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന് സ്പെയിൻ. മിഖേൽ ഓയർസബാലിന്റെ ഇരട്ട ഗോളുകളും പെഡ്രോ പെറോയുടെ ഗോളുമാണ് ഇത്തരത്തിൽ സ്പെയിനിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിലെ വിജയികളെ സ്പെയിൻ നേരിടും. 4-1-2-3 ഫോർമേഷനിൽ ഇറങ്ങിയ സ്പെയിനെ 4-2-3-1 ഫോർമേഷനിലാണ് ഓസ്ട്രിയ നേരിട്ടത്. ആദ്യ മിനിറ്റുകളിൽ ഇരു ടീമും മികച്ച മുന്നേറ്റങ്ങളായിരുന്നു നടത്തിയത്. 5-ാം മിനിറ്റിൽ സ്പെയിൻ താരം ലാമിൻ യമാലിന്റെ മുന്നേറ്റം, എന്നാൽ ഇത് കോർണറായി അവസാനിക്കുകയും ചെയ്തു. പക്ഷേ കോർണർ മുതലാക്കാൻ സാധിക്കാതെ പോയി എന്ന് വേണം പറയാൻ. 7-ാം മിനിറ്റിൽ ഓസ്ട്രേലിയൻ ഗോൾ മുഖത്തേക്ക് മികച്ചൊരു ക്രോസ്. ആദ്യ പകുതിയും സ്പെയിനിന്റെ കൈപിടിച്ചായിരുന്നു. ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ 36-ാം മിനിറ്റിലായിരുന്നു ആ ഗോൾ പിറന്നത്. 35-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ നായകൻ ഡേവിഡ് അലാബയുടെ ഗോൾ ശ്രമമുണ്ടായി, എന്നാൽ പിന്നാലെ സ്പെയിൻ ലീഡെടുത്തു. 36-ാം മിനിറ്റിൽ മിക്കൽ ഓയർസബാലാണ് വല കുലുക്കിയത്. ഇടത് വിങ്ങിൽ നിന്ന് മാർക്ക് കുക്കുറയുടെ പാസ് മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ഓയർസബാൽ അനായാസം വലയിലേക്ക് അടിച്ചിട്ടു. ഗോൾ വീണതിന് പിന്നാലെയും യമാലും ഓയർസബാലും മുന്നേറി കളിക്കുകയായിരുന്നു. ആദ്യ പകുതിയുടെ അവസാനം ഓസ്ട്രിയയ്ക്ക് മികച്ച അവസരം കിട്ടിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. അതോടെ ആദ്യ പകുതി 1 ഗോളിന് സ്പെയിൻ മുന്നിട്ട് നിന്നു. ആദ്യ പകുതിയിൽ 11 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 6 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്കും. എന്നാൽ ഓസ്ട്രിയയുടെ ഒറ്റ ഷോട്ടും പോസ്റ്റിലേക്ക് പോയില്ല. 2-ാം പകുതിയിലും സ്പെയിൻ തുടരെ അക്രമങ്ങൾ നടത്തുന്നത് കണ്ടു. ഓസ്ട്രിയ ആകട്ടെ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലും. അർണാട്ടോവിക്കിന്റെ കളത്തിലിറക്കി റാൾഫ് ഗാർണിക്ക് മുന്നേറ്റങ്ങൾ വേഗം കൂട്ടി. ഓൽമോയും യമാലും പലതവണ ഗോളിനടുത്തെത്തി. ഒടുക്കം 66-ാം മിനിറ്റിൽ സ്പെയിന്റെ 2-ാം ഗോളും എത്തി. അലക്സ് ബയേനയുടെ അസിസ്റ്റിൽ ഹെഡറിലൂടെ താരം ലക്ഷ്യം കാണുകയായിരുന്നു. അതോടെ ഓസ്ട്രിയ പ്രതിരോധത്തിലായി മാറുകയും ചെയ്തു. പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ അവർക്കായില്ല എന്ന് വേണം പറയാൻ. 89-ാം മിനിറ്റിൽ ഓയർസബാൽ ടീമിന്റെ 3-ാം ഗോളും കണ്ടെത്തിയതോടെ ഓസ്ട്രിയൻ പതനം പൂർണ്ണമായി. നിശ്ചിത സമയം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സ്പെയിൻ 3-ാമത്തെ ഗോൾ അടിക്കുന്നത്. മാർക്ക് കുക്കുറയുടെ അളന്നു മുറിച്ച ക്രോസിൽ പോസ്റ്റിലേക്ക് ലക്ഷ്യമിട്ടത് മിഖേൽ ഓയർസബാൽ. സ്കോർ 3-0. 6 മിനിറ്റ് ഇഞ്ചറി ടൈമിലും ഓസ്ട്രിയയ്ക്ക് മറുപടി ഒന്നുമില്ലാതിരുന്നതോടെ 3-0 വിജയിച്ച് സ്പെയിൻ അങ്ങനെ പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. എന്തായാലും ഓയർസബാലിന്റെ ഇരട്ട ഗോളുകളാണ് ഇത്തരത്തിൽ സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത് എന്ന് വേണം പറയാൻ. എന്തായാലും പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിലെ വിജയികളെ സ്പെയിൻ നേരിടും.